Hi friends, welcome to Hamictech graphics. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു സോങ് ഉണ്ട്. ആ സോങ്ങിൻ്റെ മ്യൂസിക്കും അതുപോലെ വോക്കൽസും സെപ്പറേറ്റ് ആക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. മ്യൂസിഷ്യന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണിത്. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. മോയിസസ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഇവിടെ നെക്സ്റ്റ് എന്നത് കൊടുക്കാം. നെക്സ്റ്റ് എന്നത് വീണ്ടും ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗൂഗിൾ ID വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം. അതുപോലെ ഫേസ്ബുക്ക്, ട്വിറ്റർ, പിന്നെ ഇമെയിൽ ID. ഇതിലേതെങ്കിലും വെച്ച് നമുക്ക് ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യാം. ഞാനിവിടെ കണ്ടിന്യൂ വിത്ത് ഇമെയിൽ എന്നത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ഇമെയിൽ IDയും പാസ്വേഡും എല്ലാം കൊടുക്കാം. ഞാൻ ലോഗിൻ ചെയ്തു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസ്. ഇവിടെ നമുക്ക് നമ്മുടെ ഗ്യാലറിയിലുള്ള ഏതെങ്കിലും ഒരു സോങ് ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് കൊണ്ടുവരാം. അതിനായി ഇവിടെ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ ആപ്പ് എന്നത് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഇവിടെ പെർമിഷൻ ചോദിക്കും, അത് അലോ ചെയ്തേക്കണം. അതിനുശേഷം ഗ്യാലറിയിൽ ഉള്ള ഒരു ഓഡിയോ നമുക്ക് ഇതുപോലെ എടുക്കാം. ഞാൻ ഈ ഒരു ഓഡിയോ എടുത്തു. ഇനി ഇവിടെ സബ്മിറ്റ് എന്നത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഓഡിയോ ആപ്ലിക്കേഷനിലോട്ട് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അത് അപ്ലോഡായി. ഇവിടെ ഗോട്ട് ഇറ്റ് എന്നത് കൊടുക്കാം. ഇവിടെ പ്രോസസ്സിങ് ആവുന്നുണ്ട്, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഓഡിയോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ കൂട്ടുകാർക്ക് കൂടെ കാണാൻ സാധിക്കും നമ്മുടെ ഓഡിയോയിലെ വോക്കൽസ്, ഡ്രംസ്, ബാസ്, അതായത് മ്യൂസിക്, ഇത്തരത്തിൽ 4 രീതിയിൽ നമ്മുടെ ആ ഒരു ഓഡിയോയുടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു സോങ്ങിലെ വോക്കൽസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ ഒന്ന് ഡിസേബിൾ ചെയ്താൽ മതി. അതിനുശേഷം പ്ലേ ചെയ്ത് നോക്കാമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓഡിയോയിലെ വോക്കൽസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള മ്യൂസിക്കും ഡ്രംസും കാര്യങ്ങളും എല്ലാം ഇവിടെ കേൾക്കാൻ സാധിക്കത്തില്ല നമുക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഇപ്പോൾ കൂട്ടുകാർക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പം ഈ ഒരു എൻഡ് ഭാഗത്ത് വോക്കൽസ് തീർന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് മ്യൂസിക്. ആ മ്യൂസിക് നമ്മളിവിടെ ഹൈഡ് ചെയ്തിട്ടാണ് ഇവിടെ ഒന്നും കേൾക്കാൻ പറ്റാത്തത്. നമുക്ക് അതൊക്കെ ഒന്ന് കേട്ടു നോക്കാം. ആ ഡ്രംസ് ഞാനിപ്പോൾ വീണ്ടും ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത മ്യൂസിക് ഒന്ന് എനേബിൾ ചെയ്ത് നോക്കാം. ഇതും ഡിസേബിൾ ചെയ്തു. അടുത്ത ഒന്നതിന് നോക്കാം. ബാസ് എന്നത് ലാസ്റ്റ് ഇല്ല. ബാസ് എന്നത് വോക്കൽസിൻ്റെ ആ ഭാഗത്തൊക്കെയാണ് കൂടുതലും ബാസ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഓഡിയോയിൽ നിന്ന് വോക്കൽസും അതിൻ്റെ മ്യൂസിക്കും ഒക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വോക്കൽസ് നമ്മളിപ്പോൾ എനേബിൾ ചെയ്ത് വെച്ചേക്കാം. അത് നമുക്കൊന്ന് ഡിസേബിൾ ചെയ്തിട്ട് മ്യൂസിക് മാത്രം ഒന്ന് നോക്കാം. ഇവിടെ പ്ലേ കൊടുക്കാം. കണ്ടോ? അവിടെ ആ ഒരു ഓഡിയോയിലെ മ്യൂസിക് മാത്രമേ ഇപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ വ്യത്യാസം കൂട്ടുകാർക്ക് മനസ്സിലാവുന്നെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ
ഒരു ഓഡിയോയിൽ നിന്ന് മ്യൂസിക്കും അതുപോലെ വോക്കൽസും എല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ വോക്കൽസ് മാത്രമേ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളൂ, എനിക്കിത് മാത്രം മതി. അതിനുശേഷം ഇത് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി എക്സ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. താഴെയായിട്ട് എക്സ്പോർട്ട് എന്നതുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസിലോട്ട് നമുക്കിത് സേവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ ഏത് ഫോർമാറ്റ് വേണമെങ്കിൽ അതും കൊടുക്കാം. അപ്പോൾ ആ ഒരു ഓഡിയോയിലെ വോക്കൽസ് മാത്രമായിട്ട് നമ്മുടെ ഫോണിലോട്ട് സേവ് ആവുന്നുണ്ട്. അപ്പോൾ അത് സേവ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ മീഡിയ ഡിവൈസിലോട്ട് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് വേണമെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ഞാൻ വാട്സപ്പ് വഴി അതൊന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി തന്നെ ഏതെങ്കിലും ഒരു ഓഡിയോയിലെ വോക്കൽസും അതുപോലെ മ്യൂസിക്കും എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. കൂടുതലും മ്യൂസിഷ്യന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ.